എവ്രിവൺ. ഇന്ന് നമ്മുടെ തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേ ചാനലിലെ ഒരു അടിപൊളി ട്രാവൽ വ്ലോഗ് കണ്ടാലോ? ട്രാവൽ വ്ലോഗ് എന്ന് പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. ഇതൊരു മെമ്മറി റീക്രിയേഷൻ ട്രിപ്പാണ്. അതായത് നമ്മൾ പോയിട്ടുള്ള ഹോളിഡേ ഡെസ്റ്റിനേഷനിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലം നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. അവിടെ വീണ്ടും പോകണം, അതുപോലെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ കരുതുന്ന സ്ഥലങ്ങളില്ലേ? അതുപോലെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം. അല്ലട്ടല്ല, ലേക്ക് സൈഡ് ഹോളിഡേ ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്ഥലത്ത് നമ്മൾ 2022 നമ്മുടെ ഈ സെയിം ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. അന്ന് നമുക്ക് അവിടെ കിട്ടിയ മെമ്മറീസും ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഹോളിഡേ ഡെസ്റ്റിനേഷൻ തന്നെയാണിത്. പിന്നെ ഞങ്ങൾ എപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപോലെ പറയുന്നൊരു ഡെസ്റ്റിനേഷനാണ് നമുക്ക് അവിടെ പോകാമെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ എപ്പോൾ നോക്കിയാലും അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടാറില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഈസ്റ്റർ ടൈമിലാണ് കേട്ടോ അവിടെ. പക്ഷേ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരിടത്തും ഹോളിഡേ ഡെസ്റ്റിനേഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ലാസ്റ്റ് വെറുതെ ഒന്ന് നോക്കാമെന്ന് കരുതി ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പം ലക്കിനാണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. അന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ ക്യാപ്ചർ ചെയ്ത കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. 2 hours and 45 minutes ആണ് കാൻബറയിൽ നിന്ന് നമുക്ക് അവിടെ എത്താൻ എടുക്കുന്ന ദൂരം. ഇത് ഇച്ചിരി ഉള്ളിലോട്ടായിട്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അടുത്ത് റെസ്റ്റോറൻറ്റ്സോ ഷോപ്പുകളൊക്കെ വളരെ കുറവാണ്. ഗൂൾവർത്ത് പോലുള്ള കടകളൊക്കെ എന്തായാലും ഉണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കുക്ക് ചെയ്യാനായിട്ടുള്ളതും ഈസ്റ്ററൊക്കെ എൻജോയ് ചെയ്യാനും പിള്ളേർക്ക് കുറേ സർപ്രൈസിങ് ഒക്കെ അവിടെ തന്നെ ചെയ്യാനായിട്ടുള്ള എല്ലാ ഫുൾ സെറ്റപ്പായിട്ടാണ് നമ്മൾ അവിടെ ചെന്നത്. പിന്നെ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാത്ത രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഹയാക്കിങ്, ഫിഷിങ്, അങ്ങനെ പല വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് ആ വീട്ടിനുള്ളിലുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര പേരും ഒരുമിച്ച് പോയതിൽ വെച്ച് ഇതുപോലൊരു എൻജോയ് ചെയ്ത വേറൊരു സ്ഥലമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പീസ്ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഹോളിഡേ ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ട്രിപ്പ് 3 days 2 nights ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്നാൽ പിന്നെ സമയം കളയാതെ നമ്മുടെ ട്രിപ്പ് വിശേഷങ്ങൾ കണ്ടാലോ? രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കാൻബറയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയ ഒരു ഷോപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഭയങ്കര ആൻറ്റി കളക്ഷൻസും അതുപോലുള്ള സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പ് കൂടെ ആയിരുന്നു അത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ഇൻസൈഡൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതൊന്ന് കാണാം നമുക്ക്. അത്രയും പേർക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊരു സ്ഥലം കുറവുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഈ ഒരു കഫേ കയറിയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടെ അതുപോലെ തന്നെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ബേസ്മാൻ ബേയിലൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കും നമ്മൾ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീണ്ടും യാത്ര തിരിച്ചു. പുറത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷം ഈവനിങ്ങിൽ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം എന്നതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ആദ്യം നല്ലൊരു ലുക്ക് ഔട്ട് പ്ലേസിലോട്ടാണ് കേട്ടോ പോയത്. ഒരു ബീച്ച് സൈഡ് ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവിടുന്ന് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാനാണെങ്കിലും ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു കേട്ടോ അത്.
അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, ലേക്ക് സൈഡ് ഹോളിഡേ ഹൗസ്. ഞാൻ നിങ്ങളെ ഈ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തത് വളരെ കുറവാണ്. രാത്രി മാത്രമാണ് നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്തത്. കൂടുതൽ സമയം നമ്മൾ പുറത്തായിരുന്നു എന്നുള്ളതാണ്. ബാർബിക്യൂ ഏരിയയിലും ലേക്ക് സൈഡിലൊക്കെ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഔട്ട് സൈഡ്. എന്നാൽ നിങ്ങൾ വീടൊക്കെ ഒന്ന് കണ്ടിട്ടോ. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. ഗുഡ് ഗേൾസ് ആൻഡ് ഗുഡ് ബോയ്സ്. ഡോഡു എന്ത് ചെയ്യുവാ? ഓഹോ സൂപ്പർ. ഓക്കെ, ടീച്ചർ വന്ന് നോക്കൂട്ടോ ഇപ്പോ എങ്ങനെയാ വരയ്ക്കണേന്നൊക്കെ എല്ലാവരുടെയും. നല്ല ഗുഡ് ഗേൾസ് ആൻഡ് ബോയ്സിന് ഗിഫ്റ്റ് ഉണ്ട് നാളെ. യാ അതൊക്കെ ഉണ്ട്, സർപ്രൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, വരയ്ക്ക്. പിള്ളേരെയും കൊണ്ടൊക്കെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും അവരെ പറഞ്ഞനുസരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അവരുടെ ടീച്ചറായി എന്നുള്ളതാണ് സത്യം. പറഞ്ഞ അനുസരിക്കുകയാണെങ്കിൽ ടീച്ചർ സർപ്രൈസ് ഒക്കെ തരും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര അനുസരണയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ടീച്ചറിന് ഇത്തിരി പണി കൂടുതലാണെങ്കിൽ പോലും അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ ഞങ്ങൾക്കത് എളുപ്പമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രഷായി കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ഒക്കെ കൊടുത്ത് അവരിവിടെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ കുക്കിംഗ് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് വീടിൻ്റെ തന്നെ പുറത്തായിട്ട് ഒരു സൈഡിൽ നമുക്കൊരു ബാർബിക്യൂ ഏരിയ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കിച്ചണായിട്ടാണ് അവരത് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനകത്തുള്ള കുറേ സൈൻ ബോർഡ്സും കുറേ വേർഡ്സൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയെന്ന കുറേ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനും. അന്നത്തെ ദിവസം നമ്മൾ ഡിന്നറിന് ചപ്പാത്തി ആയിരുന്നു പ്ലാൻ ചെയ്തത് കേട്ടോ. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ മാസ്റ്റർ ഷെഫായ ജെയ്സന്റെ കരവിരുതിലാണ് നമ്മൾ ഡിന്നർ പ്രിപ്പയർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു പാനാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്യുമ്പോൾ എത്രത്തോളം ഇതിൽ ഒട്ടിപ്പിടിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഡിഷാണെങ്കിലും ഫൈനൽ വന്നത് വേറൊരു ഡിഷായിട്ട് മാറി എന്നുള്ളതാണ് കേട്ടോ. അത് ഈ പാത്രം കാരണം മാത്രമാണ്.
ഫേവറേറ്റ്. സ്കൂളിൽ മറ്റേ പണ്ട് സ്കൂളിൽ ബെല്ലടിക്കത്തില്ലേ ക്ലാസ് കഴിയുമ്പോൾ, ആ ഒരു സൗണ്ട് ഉണ്ട്. എഗ്ഗ് ഫ്രൈ ആണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചെങ്കിൽ പോലും നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ശരിക്കും ചെയ്തത് കൊത്തു പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ എഗ്ഗൊക്കെ നല്ലപോലെ ചിക്കി പൊരിച്ചെടുത്തു എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജെയ്സന് വേറൊരു ഐഡിയ തോന്നിയിട്ട് പൊറോട്ടയിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തി നമ്മൾ പാനിൽ വെച്ച് ചൂടാക്കി എടുത്ത് അതിലോട്ട് നമ്മൾ കുറച്ച് ചീസും അതുപോലെ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ട് നമ്മൾ ചിക്കി പൊരിച്ചെടുത്ത മുട്ട അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലിട്ടു. പിന്നെ നമ്മൾ കുറച്ച് സ്പൈസൊക്കെ ആഡ് ചെയ്ത് നമ്മൾ അതിനെ റാപ്പ് ചെയ്ത് മടക്കിയെടുത്തു. അങ്ങനെ നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഡിഷ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്യാനുള്ള സമയമാണ്. എന്തായാലും കിടു സാധനമായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റിയായിരുന്നേ. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ പ്ലാൻ എ പെട്ടെന്ന് പ്ലാൻ ബി ആയിട്ട് മാറുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്ത ഡിന്നർ വേറെ ഒന്നായിരുന്നെങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലാൻ ബി ഡിന്നറാണ് നമ്മൾ ഇന്നിവിടെ കഴിച്ചത്. എങ്ങനെയുണ്ട് സിമി? നൈസാണോ? സിമി എങ്ങനെയുണ്ട്? ഞാൻ ചോദ്യം ചോദിക്കാൻ പോകട്ടോ. ഇവിടെ ആർക്ക് ബുദ്ധിയുള്ളതെന്ന് പറയണം. അതായത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കണം, പടയെന്ന് പറയണം. ഓക്കെ, AM-ന്റെയും PM-ന്റെയും ഫുൾ ഫോം എന്താ? AM and PM. Anti main post main. Anti main post main. Excellent. AM PM. Afternoon. Stand for AM and PM stand. Afternoon. ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സമയമുണ്ടോ? ഗൂഗിൾ സെർച്ച് ചെയ്യാൻ സമയമില്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പറയട്ടെ. ടെനിസ് തോറ്റോ? ടെനിസ് മാത്രമേ ആൻസർ പറഞ്ഞില്ല, അതുകൊണ്ടാ. എല്ലാവരും പോസ്റ്റ് മെറീഡിയം ആൻഡ് ആഫ്റ്റർ മെറീഡിയം. ആന്റി മെറീഡിയം. എന്താണ് മെറീഡിയം? അതായത് നമ്മുടെ മിഡ് ഡേക്ക് മുന്നേ ഉള്ളത്. മെറീഡിയം എന്താണ്? അല്ല, എന്ന് പറഞ്ഞാൽ അതായത് മിഡ് ഡേക്ക് മുന്നേ പോസ്റ്റ് മെറീഡിയം. കൊറേ മെറീഡിയംസ് ഉണ്ടല്ലോ. എന്തോ എന്നെ വിളിക്കുവാണ് സുകുട്ടി. ഓക്കെ, ഞാൻ ഇന്നലെ ഇൻസ്റ്റയില് കണ്ട. അങ്ങനെ കുറേ നേരം ഡിന്നറൊക്കെ കഴിച്ച് കുറേ നേരം എൻജോയ് ചെയ്ത് അടിപൊളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രിയിൽ കുറച്ച് റീൽസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ച് പ്രാക്ടീസിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടീസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് ഉറങ്ങി എന്നുള്ളത് ആർക്കും അറിയില്ല കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ ഹയാക്കിങ് ചെയ്ത വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫുൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറകെ ഞാൻ പോയി. പക്ഷേ പിറ്റേ ദിവസം മുതൽ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിക്കാവേ.
ഇവിടുത്തെ ഒരു ഏർലി മോർണിംഗ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നേരത്തെ എണീറ്റതാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു നേരിട്ട് കാണുമ്പോഴുണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഏർലി മോർണിംഗ് ഒന്ന് എണീറ്റ് നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പയ്യെ ഓരോരുത്തരായിട്ട് എണീറ്റ് തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ നേരം കത്തിയടിച്ച് നല്ല റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരുന്നു. എല്ലാവരും ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ദേ ഈ ഒരാൾ ഇങ്ങനെ പോണ കാണാൻ കേട്ടോ. തഴിഞ്ഞു കഴിഞ്ഞ് പോവാണ് രാവിലെ തന്നെ. ദേ അവിടെ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് എങ്ങോട്ടായി പോണേ ഇവര്? നല്ല രസമല്ലേ അതിങ്ങനെ പോണാണേ. എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് നോക്കിക്കേ മോർണിംഗിലെ. അടിപൊളി. ഇത് പെലിക്കൻ ആയി, പെലിക്കൻ. റെഡി, വൈറ്റ് പെലിക്കൻ. രാവിലെ എല്ലാവരും എണീറ്റ പാടെ ഒരു സമയം പോലും കളയാതെ ഇവിടുത്തെ ഹൈലൈറ്റിംഗ് പാർട്ടായ ഹയാക്കിംഗ് പരിപാടി തുടങ്ങാനുള്ള പദ്ധതിയിലാണേ. ഹോ ഹോയ് ഹോ ഹോയ് ഡോഡു പറ ഹോ ഹോയ്. ഡോഡു നീ പോവാണോ ഡോഡു? യു റെഡി? മൈ ഗോഡ്, റെഡി? ഇങ്ങനെ പറ ഡോഡു, ഇങ്ങനെ പറ. ശരിക്കും നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ കാലിലെ വെള്ളമാണ് അതിനകത്ത് ഓൾറെഡി കയറണേ. എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഇതിലോട്ട് കയറി വരണേ. ഓ ഡോഡു, ഓ ഡോഡിന്റെ മുഖം നോക്കിക്കേ. ഡോഡു ടാറ്റാ. അതിന്റെ പേരിനടി അതിന്റെ പുറകെ പോ. ഇവിടെ എന്താ സംഭവിക്കണേ? ഇവിടെ എന്താ സംഭവിക്കണേ? ഡോഡ് എന്താ ഡോഡ് ഇങ്ങനെ കിടക്കണേ? ഡോഡ് ഇങ്ങനെ, ഡോഡ് റിലാക്സിങ് മൂഡിലാ. ദേ പോണു അടുത്ത ആള്. ഓ അങ്ങനെ പ്രോപ്പറായിട്ട് എണിച്ചിരിക്കും. അല്ല ഇവിടെ ഒന്നും ഇതുവരെയും കഴിഞ്ഞില്ലേ? വേറെ എടുക്ക, വേറെ ഒരെണ്ണുണ്ട്. ഓക്കെ ലാൻഡ് ചെയ്ത് ഡോഡു
ഫണ്ണാണോ ഡോഡോ? ഫണ്ണായിരുന്നോ? ഫണ്ണ. ഓ കണ്ടോ അപ്പൊ കൊണം രക്ഷിക്കാൻ സിമി ആന്റി വരുവാണ്, സിമി അമ്മ വരുവാണ് ഡോഡിനെ രക്ഷിക്കാൻ. വെള്ളം തൊട്ടാ പറ്റില്ല. അതെ. ഇന്നലെ കുളിച്ചിട്ടില്ല. ഇച്ചിരി കൂടെ അടുത്തേക്ക് വരുമോ? വെള്ളം അലർജിയാണെന്ന് സിമിക്ക്. Come on. അന്ന 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 എടാ ആദ്യം അത് പിടിക്കാം, അവളത് കേറട്ടെ. അതാ പറഞ്ഞ ഇത് കേറാ ഇച്ചിരി പാടാ. അങ്ങനെ ഇരുന്നോ? അത് സാരല്ല, ഫിസിക്സ് വർക്ക്ഔട്ട് ചെയ്യൂ എന്നാ. കമോൺ കമോൺ. ഇന്ദു അങ്ങനെയായിരുന്നോ പിടിച്ചേ? പാടില്ല. കേറി കിട്ടിയ പ്രശ്നമില്ലടി. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോ അതിന്റെ ഡയറക്ഷൻ അതായത് കേറി കിട്ടിയ പിന്നെയും തോടയാം. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കേറാൻ ഇച്ചിരി പാടാ. ഇതിന് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയണ ആള് പോന്ന് കേറി നോക്ക്. സിമിയുടെ ഭയങ്കര ഓർഡറിംഗ്. മോട്ടിവേഷണൽ സ്പീക്കറാണ് സിമി. എന്നാ ചെയ്യേ സിമി, നമ്മൾ ഇവര് പറഞ്ഞതൊക്കെ നമ്മളത് നമ്മള് ഞങ്ങളുടെ മാളുവിനെ കൊണ്ടുപോകും. മാളു ഇസ് റെഡി. ഇന്ദുവിന് അലർജി ഉണ്ടോ? ഇല്ല, ഇന്ദുവിന് വെള്ളം അലർജി ഇല്ല. ഇന്ദു വെള്ളത്തിൽ തൊട്ടു. അയ്യോ എടി അവളെ പൊക്കി എടുക്കണായിരിക്കും നല്ലത്. എനിക്ക് ചെയ്യണോ? ഡെന്നിസ് അവിടെ ദൂരെ പോയി അതിന്റെ ഫോട്ടോ എടുക്ക. നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ പോവാൻ താല്പര്യമുണ്ടോ? പോവെന്നാ. മാളു മാളുവിന്റെ തല പോലും കാണാനില്ല. മാളു ജാക്കറ്റിന്റെ ഇടയിൽ ഇരിക്കുക തല. ഹലോ, ഇത് ആരാണ് ഇവിടെ ജാക്കറ്റ് ഒക്കെ ഇട്ട് ചിക്കനും പിടിച്ച് നിൽക്കുക? ചെയ്യാൻ ജാക്കറ്റ് ഇട്ട്. ഓ സൂപ്പർ മാളു. മാളു ഡിഡ് ഇറ്റ്. അടുത്ത ആള് പാവ ഇസക്കുട്ടി ഉറങ്ങി, അവളെ എണ്ണി എണീപ്പിച്ചെങ്കിൽ. അമ്മു ടാറ്റാ. വാവ്. ടാറ്റു പറയട്ടെ ഡാഡേ. പോയിട്ട് വാ ഡാഡേ. ചിന്നുവിന് ബോട്ടിൽ പോകാൻ നേരമില്ല. സൂപ്പർ. ഫോട്ടോ എടുക്കില്ല ചേച്ചി, ഫോട്ടോ എടുക്കില്ല. എന്തോടാ
പോവാണോ? ഉള്ള പേടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നീ കൊണ്ട് കൊണ്ട് കൊടുത്തോളാം. എന്റെ പൊന്നെ ചിന്നു പോവാണോ? ചിന്നു കയാക്കിങ്ങനെ വെള്ളത്തിൽ അങ്ങോട്ട് കാല് ചവിട്ട സിമി. സിമിയോട് ചവിട്ടാൻ പറഞ്ഞ സിമിക്ക് അലർജിയാ വെള്ളം. ചെരുപ്പ് ഒരു സിമിന്ന്. അപ്പേനെ പിടിച്ചോ ചിന്നു, അപ്പേനെ ഇങ്ങനെ പിടിച്ചോ. ടെന്നീസ് ഒരു ഇച്ചിരി കൂടെ അവിടെ പൊറോട്ട വെക്കാവോ? ആ ഓക്കെ, ഇപ്പൊ ഓക്കെ ഏകദേശം. ഉള്ള കൈ തല ഇങ്ങനെ ഇതാവുന്നില്ല, പ്രസ് ആവുന്നില്ല. ഓ അവള് ടാറ്റയൊക്കെ തരുവാ. അതെ, അവള് ചുമ്മാ കൊച്ചിനെ പേടിപ്പിച്ച് കേറ്റാതിരുന്നു. പാവം കൊച്ചു റെഡി ആയിട്ട് പോവാ. ചിന്നു സൂപ്പർ. വരുന്നുണ്ട്. ഇനി ചെറുട്ടിയുടെ മാള് ജോർജിന്റെ ടേണാ, കൊച്ചിനൊക്കെ വിവി വരുന്നുണ്ട്. വിവി ഇവിടെ തുള്ളിച്ചാടിയത് തണുത്ത് കുറച്ച് നിക്കണൊക്കെ. ഇങ്ങോട്ട് വാ ബിബി ചേട്ടാ, എന്താ ഇത്? അമ്മൂട്ടി ബോട്ട് കേറി, അമ്മൂട്ടി മാളൂട്ടി ബോട്ട് കേറി, എല്ലാരും കേറി. ഏർലി മോർണിംഗ് അല്ലേ? ഇങ്ങനെ ലോഡൊക്കെ പോയതാ ഇത് കുട്ടി രാവിലെ. ഇവിടേക്ക് അപ്പേനെ എടുത്തിരിക്കണോ? പിന്നെ ചിന്നു പൂപ്പൂട്ടോ, അമ്മ നോക്കട്ടെ. ചിന്നു നോ പൂപ്പു, വൈ നോ പൂപ്പു, വേർസ് ഓൾ ദ ചക്കര പൂപ്പു, ഇനിയോ ബമ്മ, ഓൾ ദ ചക്കര പൂപ്പു ഇൻ ദ ബമ്മ. സിമിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്യ്. അങ്ങനെ സിമി കേറിയിരിക്കുന്നു. ഇങ്ങനെ അല്ലടാ ജാങ്കോ, ഇങ്ങനെ അല്ലടാ, ഇതല്ലടാ. സിമി നീ എന്നെ വിളിക്കാതെ പോവാണോ? സിമി വെയിറ്റ് ചെയ്യ, ഞാൻ വരുവാ. സിമി പോലടി. ഞാനിപ്പോ വീഴുന്നതായിരിക്കും. ഈ വണ്ടി സിമി ബാക്കിൽ ഇറങ്ങിയിരിക്കുക. ഇതിൽ കയറല്ലേ? ആ വെള്ളം കയറിയത് ഒരു ഇരിക്കണേ പുറയില് സിമിയുടെ പുറയില്. ആ ഒരു സൈഡ് തുഴയേ. ആ അന്നമ്മ മരക്കടി. ആ ഓക്കെ. പെലിക്കൻ കൊത്താൻ വന്ന ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി കൈ. പെലിക്കൻ കൊത്താൻ വന്ന തിരിച്ചു വരുമ്പോഴും ഇത് പറഞ്ഞാൽ പിള്ളേരെ കേട്ട് സേഫല്ല. അവിടെ മറ്റേ അടിയിൽ മുട്ട് സ്റ്റക്കാവും. അങ്ങോട്ട് പോകും നടുക്കോട്ട്. ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യണേ? ഇത് ഓഫായി പോയല്ലോ. ഇതെന്താ സാർ ഇത്? ഓ മൈ ഗോഡ്,
മഷ്റൂം അത് എങ്ങനെ ഇരിക്കണേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയതിന്റെ ആണോ? ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നായിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് ഈസ്റ്റർ ഹണ്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് ശരിക്കും എൻജോയ് ചെയ്തേ. അതുതന്നെയായിരുന്നു അന്നത്തെ ദിവസത്തെ ഹൈലൈറ്റിങ്ങും. അത് പക്ഷേ പാർട്ട് 1 ആഡ് ചെയ്യുകയാണെങ്കിൽ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാനത് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാസ്റ്റർ ഷെഫ് എന്ന് പറയുന്നത് ബിബിയാണ് കേട്ടോ. ഞങ്ങളിതുപോലെ സ്റ്റേ ചെയ്ത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ട്രിപ്പാണെന്നുണ്ടെങ്കിൽ ബിബിയുടെ വക ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ്. ബട്ടർ നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കുറേ നേരം അത് വറ്റി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും അവോക്കാഡോയും ചെറി ടൊമാറ്റോയും ബേക്കൻ ആൻഡ് എഗ്ഗും സ്പിനാച്ചും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പക്ഷെ അത്രയും കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറൊക്കെ ഫുള്ളായി പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ ട്രിപ്പ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈസ്റ്റർ ഡിന്നറിനുണ്ടാക്കിയ സ്പെഷ്യൽ ഫുഡും കുഞ്ഞുങ്ങളുടെ ഈസ്റ്റർ സർപ്രൈസും അതുപോലെ മറ്റ് ട്രിപ്പ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പാർട്ട് 2 കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഗുഡ് ബൈ.